അടുത്തേക്ക് നടന്നു വരൂ. പണം കാക്കുന്ന മരമാടാ കുറുപ്പ്. അതൊക്കെ എനിക്കറിയാം. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ സമയാസമയം പ്രയോഗിച്ചോളാം. പക്ഷേ എന്താണ് ഒരു പക്ഷേ? വീട് മാറി താമസിക്കുന്ന വിവരം അച്ഛനും അമ്മയും അറിഞ്ഞാ അവരതിനെ സമ്മതിക്കോ? എതിർക്കില്ലേ? തീർച്ചയായിട്ടും അവർ എതിർക്കും. മക്കൾക്ക് ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാകുന്നതും അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 ജന്മങ്ങളോ അത്. പട്ടിയോട്ട് തിന്നയില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കയില്ല എന്നാ 2ന്റെ മട്ട്. നീ വിഷമിക്കണ്ട, ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാടാ. ഹരിതയുമൊത്ത് നീ വീട് മാറുന്ന കാര്യേ നീ ഇന്ന് തന്നെ അവരോട് പറയണം. പറയാം, പക്ഷെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് പോയിക്കോ. പോടാ. ഇത്രയും കാലം പിണങ്ങിയും ഒപ്പം കഴിഞ്ഞവനല്ലേ നീ? പെട്ടെന്നൊരു പോക്ക് അത് വേണ്ട മോനെ. നിർത്തുന്നുണ്ടോ ഈ നശിച്ച സെന്റിമെന്റ്സ്? മുതിർന്നു കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ വഴികൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എല്ലാവരും തങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് അച്ഛനും അമ്മയും കൂടി മക്കൾക്ക് എന്താ നേടിത്തന്നത്? 3 നേരം, അത് പോട്ടെ, 2 നേരമെങ്കിലും മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം തരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് മലമറച്ചു വെച്ചതുപോലെ സംസാരം. നിർത്തടാ. നീ ചോദിച്ചല്ലോ ഞങ്ങൾ എന്ത് സമ്പാദിച്ചു തന്നു. മറിച്ച് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മക്കള് അച്ഛനമ്മമാർക്ക് വേണ്ടി എന്താടാ നേടിത്തന്നത്? ദുഃഖങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും അല്ലാതെ കാൽ കാശിന്റെ സഹായം വെച്ച് നീട്ടിയിട്ടുണ്ടോ നീയൊക്കെ? നീ ചത്ത കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് പോലും ഇല്ലാത്തവരുടെ വേദാന്തം. ഒരായുസ് മുഴുവനും വാടക വീട്ടിൽ ജീവിച്ച് തീർത്തില്ലേ നിങ്ങള്? ഞങ്ങളും അതുപോലെ നരകിച്ച് കാണണം. തന്തേം തള്ളിയാണത്രേ. ആ വിവാഹം നടന്നിരുന്നെങ്കിൽ തന്തയില്ലാത്തൊരു കൊച്ചുമായി ഹരിത ഇപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നേനെ. ആ നാണം കണ്ട ഏർപ്പാടിനേക്കാൾ ഭേദമല്ലേ ചേച്ചി ഹരിതയ്ക്ക് ഇപ്പോഴുള്ള മനോജിന്റെ ഭാര്യ പദവി? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല പിന്നെ എടാ, അത് അന്ന് എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ? അതുപോലാണോ കഴിവും രാഷ്ട്രീയ സ്വാധീനമുള്ള നീ രംഗത്തിറങ്ങുന്നത്? ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ബന്ധം തന്നെ കിട്ടുവടാ. ചേച്ചി, ഈ വിഷയം നമുക്കിവിടെ നിർത്താം. എന്താ? താലി കെട്ടിയ പുരുഷനോടത്തുള്ള കെട്ടുറപ്പുള്ള ഒരു ജീവിതം, ആ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാൻ അവർക്കൊരു പുതിയ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറുപ്പിനെ പിന്തിരിപ്പിക്കാൻ ആരും നോക്കണ്ട. അത് ചേച്ചിയാണെങ്കിൽ പോലും. ശരി, ഇപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ മനോജിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ബിസിനസ് തുടങ്ങുന്നെന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കടലിൽ കായം കലക്കുന്നത് പോലെ ധൂർത്തടിച്ച് നശിപ്പിച്ചവനാ നീ ഈ പറഞ്ഞ മനോജ്. പുതിയ വീട്ടിൽ താമസം തുടർന്ന മുടിയനായ പുത്രൻ മുടിയനായ മരുമകനാകാനേ വലിയ കാലതാമസമൊന്നും വേണ്ട. ഹരിതയുടെ സപ്പോർട്ടും കൂടി ആവുമ്പോ കണ്ണടച്ചു തുറക്കുന്ന സമയം മതി കോടികൾ അന്യാധീനപ്പെട്ടു പോകാൻ. കുറുപ്പിനെ ദേ അവൻ വട്ട പൂജയാക്കും. ചേച്ചി നിർത്ത്. അതെ,
കുറുപ്പ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് ചില്ലി കാശ് പോലും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും ഈ കുറുപ്പിനുണ്ട്. ചേച്ചിക്കറിയാലോ? വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാവ് കേടാക്കല്ലേ. പോയി എവിടെയെങ്കിലും കുത്തിയിരുന്ന് 10 രാമനാമം ജപിക്കാൻ നോക്ക്, മലയാളം അറിയാമെങ്കിൽ. ഒരു മനുഷ്യൻ നന്നാവാൻ സമ്മതിക്കില്ല. ശരിയാ. മക്കളാകുന്ന പക്ഷികള് കുടുംബമാകുന്ന വൃക്ഷത്തിൽ കുറെ നേരം വിശ്രമിക്കും. അത് കഴിഞ്ഞ് അവര് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ വഴിക്ക് പറന്നു പോയിക്കോട്ടെ. എല്ലാവരും കല്യാണം കഴിഞ്ഞു വരുമ്പോ അവര് മാത്രമായിരിക്കും. പിന്നീട് കുട്ടികളായി വലുതായി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോ ഒരു മാറി താമസം അവരാഗ്രഹിക്കും. എല്ലാവരും മാറിക്കഴിയുമ്പോ ആദ്യം വന്നവര് വയസ്സായി മാറിയിരിക്കും. ഒടുവില് എല്ലാവരും പോയിട്ടും അവര് മാത്രമാവും. നനച്ചിരിക്കാതെ അതിലൊരാള് മറ്റേയാളെ വിട്ടു പോകും. അപ്പോഴും മറ്റൊരാള് തനിച്ച് എല്ലാ വേദനകളും ഉള്ളിലടക്കി. അതാണ് ചന്ദ്രു ജീവിതം. വിഷമിക്കാതെ മാധവേട്ട. നോക്ക്, എനിക്ക് മാധവേട്ടനും ഞാനും ഇല്ലേ. നമുക്ക് ഇനി കൂടെ വിട്ട് പറക്കാനാവില്ലല്ലോ.